മണ്ണാർക്കാട് കുമരമ്പത്തൂർ അക്കിപ്പാടത്ത് വീണ്ടും കാട്ടുപന്നി ആക്രമണം. മീൻ വിൽപ്പനക്കാരന് പരിക്കേറ്റു. കുമരമ്പത്തൂർ എടേരം തൃപ്പലിക്കോട് ഉദയകുമാറിനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച പുലർച്ചെ മീനെടുക്കാൻ മാർക്കറ്റിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവം. അക്കിപ്പാടം ബംഗ്ലാവ് പരിസരത്ത് ഉദയകുമാർ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിൽ പന്നിയിടിക്കുകയായിരുന്നു. വീഴ്ചയിൽ തോളല് പൊട്ടുകയും ദേഹമാകെ മുറിവേൽക്കുകയും ചെയ്തതായി ഉദയൻ പറഞ്ഞു. ഞാൻ മീനെടുക്കാൻ വേണ്ടി അപ്പോൾ തങ്ങളെ കട എത്താനാകുമ്പോൾ പെട്ടെന്നൊരു പന്നി ഇങ്ങനെ കുറുക്കെ ചാടിപ്പോയി. അങ്ങോട്ട് വണ്ടി കിടപ്പ് ഞാൻ വീണു. പിന്നെ പെട്ടെന്ന് ആ സമയത്തൊന്നും മനസ്സിലായില്ല. കേട്ടോ, ഒരു 2-3 മിനിറ്റ് പന്നി ഇവിടുത്തെ അതുകൊണ്ട് ഇപ്പോൾ എല്ല് പൊട്ടുണ്ടെന്നാണ് പറയുന്നത്. തോളിൽ എല്ല് പൊട്ടി ഓപ്പറേഷൻ വേണം. എഴുന്നേൽക്കാൻ കഴിയാതെ വഴിയിൽ കിടന്ന ഉദയനെ ടാപ്പിങ്ങിന് പോകുന്നവരാണ് എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. ഉദയന്റെ തോളലിന് ശസ്ത്രക്രിയ വേണമെന്നാണ് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞത്. ഇതിന് വലിയ തുക ആവശ്യമായി വരും. വനം വകുപ്പിൽ നിന്ന് സഹായം ലഭ്യമാക്കാനുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിൽ ഇന്നലെയും ഒരു പന്നിയുടെ കുത്തേറ്റ് എടേരം സ്വദേശി ഉദയകുമാർ എന്ന ആള് ഇവിടെ മദർ കെയർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ഗുരുതരമായ പരിക്കോടുകൂടി തോളല് പൊട്ടി അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പന്നിശല്യവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നമ്മുടെ എല്ലാവരും ശ്രദ്ധയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ശനിയാഴ്ചയാണ് നമ്മുടെ പന്നി വെടിവെപ്പുമായി ബന്ധപ്പെട്ട് 15ഓളം പന്നികൾ നമ്മുടെ പഞ്ചായത്ത് വിവിധ പ്രദേശങ്ങളിൽ പിടിച്ചത്. എന്തായാലും ഈ പന്നി ശല്യം രൂക്ഷമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇനിയും വരാൻ പോകുന്ന വെള്ളിയാഴ്ച നമ്മുടെ പന്നി വെടിയക്കാർ വന്ന് ഇവിടെ വെടിവെക്കുന്ന വെള്ളിയാഴ്ച തുടരുകയാണ്. എന്തായാലും പന്നി ശല്യവുമായി ബന്ധപ്പെട്ട് നിരന്തരം പരാതികൾ നമ്മുടെ പഞ്ചായത്തിന് വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പഞ്ചായത്ത് പുരോഗമിക്കണം. ഇവിടെ ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് വേണ്ട സഹായങ്ങൾ ഇവിടെ തോളലിന് അവിടെ ഓപ്പറേഷൻ വേണ്ടി വരും. ഭീമമായ തുക ഇവർക്ക് ചിലവാകും എന്ന് അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവർക്ക് സഹായം കിട്ടുന്ന രൂപത്തിലുള്ള നടപടിക്രമം എന്തായാലും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ ഭാഗത്ത് നിന്ന് ബന്ധപ്പെട്ട അഡ്മിനി ബന്ധപ്പെട്ട് അതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന പരമാവധി സഹായങ്ങൾ ചെയ്യാമെന്ന് ആശുപത്രി അധികൃതർ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അക്കിപ്പാടം ഭാഗത്ത് നടക്കുന്ന 3ാമത്തെ കാട്ടുപന്നി ആക്രമണമാണിത്. നേരത്തെ 2 തവണ പന്നി കുറുകെ ചാടി 3 പേർക്ക് പരിക്കേറ്റിരുന്നു.